ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി ചർച്ച ചെയ്ത് ഇന്ത്യ-UAE സംയുക്ത സമിതി യോഗം. ഡൽഹിയിൽ ഇരു രാഷ്ട്രങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ നേതൃത്വം നൽകിയ യോഗത്തിൽ വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ചർച്ചയായി. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ വിവിധ വശങ്ങളാണ് സംയുക്ത സമിതി ചർച്ച ചെയ്തത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദും ചർച്ചകൾക്ക് നേതൃത്വം നൽകി. സംയുക്ത സമിതിയുടെ 15ാമത് യോഗമായിരുന്നു ന്യൂഡൽഹിയിലേത്. വ്യാപാര ബന്ധം, പ്രതിരോധ പങ്കാളിത്തം, ഊർജ്ജ സുരക്ഷ, സാംസ്കാരിക പൈതൃക ബന്ധം, ജനങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം തുടങ്ങിയ വിഷയങ്ങൾ സമിതി ചർച്ച ചെയ്തു. ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2022 ഫെബ്രുവരിയിലാണ് ഇന്ത്യയും UAEയും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അഥവാ സെപ്പയിൽ ഒപ്പുവെച്ചത്. $85 ബില്യൺ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നിലവിലുള്ള വ്യാപാരം. ധ്രുവ പ്രദേശങ്ങളിലെ അക്കാദമിക സഹകരണത്തിനും ഗവേഷണത്തിനും ഇരു രാജ്യങ്ങളും ധാരണാപത്രം ഒപ്പുവെച്ചു. എമിറേറ്റ്സ് പോളാർ മിഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയും നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചുമാണ് പഠനത്തിൽ ഒന്നിച്ചു പ്രവർത്തിക്കുക. ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, UAE ഇന്ത്യ ഭക്ഷണ ഇടനാഴി തുടങ്ങിയവയും ചർച്ചയായി. UAEയുടെ വികസനത്തിന് 38 ലക്ഷം വരുന്ന ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനക്ക് ഷെയ്ഖ് അബ്ദുള്ള നന്ദി അറിയിച്ചു. മനുഷ്യവിഭവശേഷി, നൈപുണ്യ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മീഡിയ 1 ദുബായ്.